ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരുമ്പോൾ നമുക്കതിന്റെ വിശദമായ ചരിത്രം പറയാം. മറ നബിയ്യും മിൻ അംബിയാഇല്ലാ അലമ ഗസാലി ഇമാം മുകാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരു നബി ഒരു കടൽക്കരയിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ട്, ചൂണ്ടയെറിയുന്നു, ബിസ്മില്ലാഹ്. ഒരൊറ്റ മീനും കിട്ടുന്നില്ല, വലയിൽ ഒരൊറ്റ മീനും കിട്ടണില്ല. അബുദാബിയിലൊക്കെ കുറേ 4-5 മണിക്കൂറൊക്കെ ചൂണ്ടിട്ടിട്ട് ഒന്നും കിട്ടാതെ പോരുന്ന എത്രയോ സാധുക്കളുണ്ട് അല്ലേ? മണിക്കൂറുകളോളം ഇരുന്നിട്ട്. വേറെ ഒരാളുടെ അടുത്തുകൂടെ നടന്നുപോയി, അയാൾ പറയുന്നുണ്ട് ബിസ്മി ശൈത്വാൻ, പിശാചിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എറിയുന്നുണ്ട്. അയാളുടെ വലയിൽ പൊക്കിയെടുക്കാൻ പറ്റാത്തത്ര മീനും. അല്ലാഹുവിന്റെ നബി ചോദിച്ചു, യാ അല്ലാഹ്, അല്ലാഹുവേ, നീയാണ് റിസ്ക് കൊടുക്കുന്നത് എന്ന് എനിക്കറിയാം, നിന്റെ കയ്യിലാണ് നിഅമത്തിന്റെ ഖജനാവുള്ളത് എന്നും അറിയാൻ പടച്ചവനെ. ഈ സാധു നിന്റെ നാമം പറഞ്ഞ് ബിസ്മി ചൊല്ലിയിട്ട് വലയെറിഞ്ഞപ്പോ ഒരു വസ്തുവും അയാൾക്ക് കൊടുക്കാതിരിക്കുകയും നിന്റെ ശത്രുവും മനുഷ്യന്റെ ശത്രുവുമായ പിശാചിന്റെ നാമത്തിൽ ഈ അവിശ്വാസിയായ മനുഷ്യന് വലയെറിഞ്ഞപ്പോ എമ്പാടും നീ കൊടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ രഹസ്യം എന്താണ് പടച്ചവനെ? വട്ടിപ്പലിശക്ക് കച്ചവടം ചെയ്യുന്ന മനുഷ്യന്മാർ ഇഷ്ടംപോലെ പൈസ, ഇന്നതായി ഒരു 5 പൈസ പോലും എനിക്കൊരു ഹറാമിൻ്റെത് വേണ്ടാന്ന് വിചാരിച്ച ഒരു മനുഷ്യന് കച്ചവടം തുടങ്ങിയ ആൾക്ക് നഷ്ടവും ആകെ പൊളിഞ്ഞ് തൂഫാനായി. ഇങ്ങനെ സംഭവിക്കാറില്ലേ? എന്താണ് ഇതിന്റെ കഥ പടച്ചവനെ? നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ഈ ഒരു പരീക്ഷണം? നമ്മൾ ചിന്തിക്കൂല, പടച്ചവനെ ഹജ്ജിന് പോയ ആൾക്കാരല്ലേ, ഹജ്ജിന്റെ ഹറമിലെ മതാഫിൽ റബ്ബേ നിന്റെ സംരക്ഷണം അവിടെ ഉണ്ടാവൂല പടച്ചവനെ, എന്തിനാ പടച്ചവനെ നീ അങ്ങനെ ഒരു അപകടം അവിടെ വരുത്തി വെച്ചത് എന്നൊക്കെ ചിലരെങ്കിലും ഒന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെ ചിന്തിച്ചവരുണ്ടോ? കൈപ്പൊക്കിയാട്ടെ. ഇല്ലാത്തൊരിപ്പോ ചിന്തിക്കണ്ടേ? ആദ്യം ചിന്തിച്ചു. ഒരു തോന്നൽ വരൂല, പടച്ചവനെ ഹറമിലല്ലേ അതൊക്കെ, ഹറമൻ ആമിന, നല്ല സുരക്ഷിതമായ നാടല്ലേ, എന്നിട്ട് എന്താ പടച്ചോനെ ക്രെയിനൊക്കെ പൊട്ടി വീണ, ആ ക്രെയിൻ വീണാ തന്നെ വായുവിൽ തടഞ്ഞു നിർത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല പടച്ചോനെ. ഒക്കെ ശരിയാണ്. അല്ലാഹു തആല മാജിക് ചെയ്യുന്നവനല്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആലയുടെ ഈ ലോകത്തെ ജീവിതത്തിന്റെ ചില സുന്നത്തുല്ലാഹ് വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. ഈ ലോകത്തെ ചില കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. അല്ലാഹു തആല അത്ഭുതങ്ങൾ ഇവിടെ ചെയ്യിച്ചിരുന്നെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും മുസ്ലിം അല്ലാതെ ബാക്കി ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. അത് നമ്മൾ അങ്ങനെ പച്ചയിൽ അംഗീകരിച്ചേ പറ്റൂ. ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ആ അപകടം സംഭവിച്ച മുഴുവൻ ആളുകളും ഹജ്ജിന് പുറപ്പെടുമ്പോഴോ ഹജ്ജിന് വന്നതിന്റെ ശേഷമോ അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഹറമീനുകളിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ അവസരം നൽകണമേ എന്ന് മനസ്സുകൊണ്ട് ചോദിച്ചവരായിരിക്കണം. ഇതിന് അല്ലാഹു അവസരം കൊടുക്കുക. അല്ലാഹുവിന്റെ നബി ചോദിച്ചു, യാ അല്ലാഹ്, നിന്നെ തീരെ ഓർക്കാത്തൊരു മനുഷ്യന് നീ എമ്പാടും കൊടുക്കുകയും ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വലയെറിഞ്ഞപ്പോ നീ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്തല്ലോ പടച്ചവനെ, എന്തിനാ നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ നബി അല്ലാഹ്, എന്റെ നബിയെ, ഞാൻ ഇവർ 2 പേർക്കും നാളെ കൊടുക്കാൻ പോകുന്ന പ്രതിഫലം കാണിച്ചു തരട്ടെ. 2 പേർക്കും ഞാൻ ആർക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഒന്ന് കാണിച്ചതാ പടച്ചവനെ. ഫഅറാഹു നിഅമ, വലയിൽ ഇപ്പൊ ഒന്നും കിട്ടാത്ത ഈ സാധുവിന് അള്ളാഹു കൊടുക്കുന്ന വലിയ നിഅമത്തുകളും, അള്ളാഹുവിന്റെ നാമമല്ലാതെ മറ്റു ദൈവങ്ങളുടെ നാമം വിളിച്ച് ശിർക്കിന്റെ വചനങ്ങൾ ചൊല്ലി വലയെറിയുകയും എന്നിട്ട് ലാഭമുണ്ടാക്കുകയും ചെയ്ത് ഈ മനുഷ്യന് അള്ളാഹുവിന്റെ അദാബും ശിക്ഷയും കൊടുത്തപ്പോ, അള്ളാഹു എനിക്ക് മനസ്സിലായി റബ്ബേ, എനിക്ക് മനസ്സിലായി ഈ മനുഷ്യനോടുള്ള ദേഷ്യം കൊണ്ടല്ല നീ ഇത് ചെയ്യുന്നത്, ഇയാൾക്ക് നാളെ ഇതിലും ഇരട്ടി പ്രതിഫലം കിട്ടുവാനാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അള്ളാഹുവിന്റെ നബിയും മിൻ അംബിയാ ഇല്ലാ. അതിന് മറുപടി പറഞ്ഞത് മഹാനായ ഗസാലി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ പറഞ്ഞ വാക്കതാണ്, മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഈ തോട്ടം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്റെ കച്ചവടമോ എന്റെ തൊഴിലോ എന്റെ ജോലിയോ ഒന്നും ഇപ്പൊ അടുത്തൊന്നും പോവില്ല എന്ന് ഒരു മനുഷ്യൻ പറയുന്ന പോലെ തന്റെ പച്ചപ്പാവമായ സാധുവായ കൂട്ടുകാരൻ പറഞ്ഞു. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. قال له صاحبه, തന്റെ കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു, വഹുവ യുഹാവിറുഹു, ഒരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ,
തർക്കിക്കുകയല്ല, അയാളോട് കയർത്ത് സംസാരിക്കുകയുമല്ല, നല്ല നിലക്ക് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, മണ്ണിൽ നിന്ന് ജന്മം തന്ന അല്ലാഹുവിനെ നീ അവിശ്വസിക്കുകയാണോ? സുമ്മ മിൻ നുത്ഫ, നിന്റെ പിതാവിനെ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് മണ്ണിൽ നിന്ന്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ മനുഷ്യ കുലത്തെ മുഴുവനും സ്പേമിൽ നിന്ന് പടക്കുകയും ചെയ്ത അല്ലാഹുവിനെ, നുത്ഫയിൽ നിന്ന് പടച്ച അല്ലാഹുവിനെ. സുമ്മ സവ്വാക റജുല, എന്നിട്ട് നിന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റിയ അല്ലാഹുവിനെ നീ അവിശ്വസിക്കുകയാണോ? വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത്, നിന്റെ തോട്ടത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഇത് ഖിയാമത്ത് നാൾ വരെ നശിക്കില്ലെന്നും ഇനി നാളെ ഞാൻ പരലോകത്തെങ്ങാനും പുനർജന്മം നൽകപ്പെടുകയും ചെയ്താൽ എനിക്ക് അല്ലാഹു ഇവിടെ തന്ന പോലെ അവിടെയും തരുമെന്ന് പറഞ്ഞ മനുഷ്യനോട് വലൗലാ ഇദ് ദഖൽത ജന്നതക, നിന്റെ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ നീ ഖുൽത, നീ പറയേണ്ടിയിരുന്നത് എന്താണ്? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതല്ലേ പറയേണ്ടിയിരുന്നത്? നീ എന്താ അത് പറയാത്തത്? മാഷാ അല്ലാഹ്, അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് നടന്നു. അല്ലാഹു എന്തുദ്ദേശിച്ചോ അത് നടന്നു. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്ന ശക്തിയല്ലാതെ ആർക്കുമേ ഒരു ശക്തിയും ഇല്ല. ഇത് എന്റെ കഴിവല്ല, അല്ലാഹു തീരുമാനിച്ചാൽ ഇതിവിടെ ബാക്കിയുണ്ടാകും, അത്രയേ ഉള്ളൂ. അല്ലാഹു നൽകുന്നതല്ലാതെ മറ്റൊന്നുമില്ല. ഇതല്ലേ നീ പറയേണ്ടത്? ഇൻ തറനി അനാ ഖല്ല മിൻക മാലൻ വവലദാ, മക്കളും സമ്പത്തും നിന്നെക്കാളും കുറഞ്ഞു പോയി എന്നൊരു കുറ്റമല്ലേ എനിക്കുള്ളൂ. എനിക്ക് മക്കളില്ലെന്നും എനിക്ക് മക്കളുടെ എണ്ണം കുറവാണെന്നും സമ്പത്തിന്റെ എണ്ണം കുറവാണെന്നും എന്നെ നീ ആക്ഷേപിക്കുകയാണോ? അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ ഈ തോട്ടം നശിപ്പിക്കുകയും ഇതിൻ്റെയൊക്കെ പകരം എന്റെ കയ്യിലേക്ക് അല്ലാഹു നൽകുകയും ചെയ്യാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. പാവപ്പെട്ട ആള് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങാനും നമ്മൾ അല്ലാഹുവിന്റെ വഴിയിൽ ജീവിച്ചിട്ട് നഷ്ടം പറ്റുകയാണെങ്കിൽ മനസ്സ് തകരരുത്. ഞാൻ ഇന്നലെ ഒരു സുഹൃത്തിനെ കുറേ മുമ്പ് പരിചയപ്പെട്ട ആളാണ്, തൃശ്ശൂർ ജില്ലയിൽ നാട്ടിൽ നിന്ന് കണ്ടു. അദ്ദേഹം വലിയ നിഅമത്തിലായിരുന്നു, പക്ഷെ ഇപ്പോ വളരെ കഷ്ടപ്പാടിലാണ്. വളരെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാൻ ആരെയും ഇതുവരെ പറ്റിച്ചിട്ടില്ല. എൻ്റെ പൈസ മുഴുവനും കൊണ്ടുപോയത് എൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അവർ ചില ആൾക്കാർ മുങ്ങി, ചിലർ തിരിച്ചു തന്നില്ല, ചിലർ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊതിപ്പിച്ചു, അങ്ങനെ നഷ്ടം വന്നു. ആ സാധു ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് നിഅമത്തും അനുഗ്രഹങ്ങളും അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹം തീർത്തു പറഞ്ഞു, ഞാൻ ആരും പറ്റിച്ചിട്ടില്ല, പക്ഷേ വിഷമത്തിലാണ്, എന്നാലും മനസ്സുകൊണ്ട് തളർന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ അത്ഭുതം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു പേടിയില്ല. ഞാൻ മക്കളോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, മക്കളെ, അള്ളാഹുവിന്റെ തീരുമാനം നമ്മൾ ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കണം എന്നാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വീടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് 10-18 കൊല്ലം മുമ്പ് അവിടെ പോയിരുന്നു. 60 ലക്ഷത്തോളം വിലപിടിപ്പുള്ള ആ വീട് എല്ലാം ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, വിഷമുണ്ട്. നമ്മുടെ കൂടെ നിന്നിരുന്ന പല സുഹൃത്തുക്കളും അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറഞ്ഞാൽ അലൈക്കും സലാം അങ്ങനെയൊക്കെ പറയുള്ളൂ. വഅലൈക്കും അസ്സലാം എന്ന് പോലും മുഴുവൻ തീർത്ത് സലാം അടക്കണില്ല. എന്തേ, നമ്മളൊരു റേഞ്ച് വ്യത്യാസമായി പോയി. അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന പല ആളുകളും വലിയ വലിയ മുതലാളിമാരായി പോയിട്ട് മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നൂലേ? നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുവന്ന ആളുകൾ, നിങ്ങൾ സഹായിച്ച ആളുകൾ, നിങ്ങളുടെ കൂടെ നിർത്തിയ ആളുകൾ, ഒരു സമയത്ത് നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ, അതാണ് സുഹൃത്തുക്കളിൽ ഏറ്റവും ഫ്രണ്ട് ഇൻ ഡീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആളാ നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അല്ലാതെ ഇപ്പോൾ പൈസയും പത്രാസൊക്കെ ഉണ്ടാവുമ്പോൾ എത്രങ്ങാനും സുഹൃത്തുക്കളെ കിട്ടും. അപ്പോ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പോലും മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കൈവിടരുത്. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അള്ളാഹു കുറെ ഉയർത്തി വെച്ച് പിന്നെ അങ്ങ് താഴ്ത്തും. അള്ളാഹു ഉയർത്താൻ വെച്ചാൽ ആർക്കും പിടിച്ചാൽ കിട്ടൂല, അള്ളാഹു താഴ്ത്താൻ വെച്ചാൽ ആർക്കും പൊക്കാനും പറ്റൂല. ഇത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. അപ്പൊ ഈ സഹോദരൻ പറയാണ്, എല്ലാം നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹു വിചാരിച്ചാൽ നിന്റെ ഈ തോട്ടവും ഇതിനപ്പുറവും നിനക്ക് നഷ്ടപ്പെടുകയും എനിക്ക് നൽകുകയും ചെയ്യാൻ അള്ളാഹുവിന് കഴിയുമല്ലോ. ആ പറഞ്ഞ പോലെ സംഭവിച്ചു എന്നതാണ് മറ്റൊരു അത്ഭുതം. അല്ലാഹു തആല തോട്ടം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു, പിന്നെ കൈമലർത്താൻ തുടങ്ങി. അപ്പോ ഈ ഒരു ചരിത്രവും അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്.
മൂന്നാമത് പറയുന്ന ചരിത്രം മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെയും അൽ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സംഭവമാണ്. ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഖിദ്ർ നബി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, എന്താണ് ഖിദ്ർ നബിയെ സംബന്ധിച്ച് നമുക്കറിയാനുള്ളത് എന്നതൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ ആ സന്ദർഭത്തിൽ നമുക്ക് വിശദമായിട്ട് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഒരു പെണ്ണ് വന്ന് ചോദിച്ചതാണ്, യാ നബി അല്ലാഹ് മൻ അഅലമു അഹ്ലിൽ അർദ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇൽമുള്ള ആൾ ആരാണ് എന്നൊരു ചോദ്യം. ഒരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇൽമുള്ള ആൾ ആരാണ്? മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മൂസ നബി അല്ലാത്ത വേറൊരു നബിയുണ്ട്. ആരാണ്? ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? ഹാറൂൻ അലൈഹിസ്സലാം മൂസ നബിയുടെ ജ്യേഷ്ഠ സഹോദരനാണ്, നബിയാണ്. പക്ഷെ മൂസ നബിയെ പോലെ മഹത്വമുള്ള നബിയാണോ ഹാറൂൻ അലൈഹിസ്സലാം? അല്ല. മൂസ നബിക്കാണ് സ്ഥാനം. മൂസ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചാളിൽപ്പെട്ട ഒരു മഹാനായ നബിയാണ്. തൗറാത്ത് നൽകപ്പെട്ട നബിയാണ്, മുഖല്ലമായ നബിയാണ്, അള്ളാഹുവിന്റെ കലീമാണ്, അള്ളാഹുവിന്റെ സംസാരം കേൾക്കാൻ ഭാഗ്യമുണ്ടായ നബിയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഒരു നബിയും മുർസലുമായ ഒരാൾ, കിതാബ് നൽകപ്പെട്ട ഒരാൾ, ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകപ്പെട്ട ഒരു മഹാൻ, അങ്ങനത്തെ ഒരാൾ ഭൂമിയിൽ ആ സമയത്ത് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? ഇപ്പോ ഏറ്റവും അല്ലാഹു ഇൽമു നൽകിയത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അതാള്ള യാഥാർത്ഥ്യം പറഞ്ഞതാണ്, അഹങ്കാരം പറഞ്ഞതല്ല. ആ പച്ചയായ യാഥാർത്ഥ്യം അതാണ്. വേറെ ഒരു നബിയില്ല. കിതാബ് തൗറാത്ത് അല്ലാത്തൊരു കിതാബ് ആ നേരത്ത് വേറെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൽകപ്പെട്ട ഒരു കിതാബ് നൽകപ്പെട്ട നബിയില്ല. ദാവൂദ് അലൈഹിസ്സലാം വരുന്നുണ്ട് പിന്നീട്, ഈസ നബി അലൈഹിസ്സലാം വരുന്നുണ്ട് പിന്നെയാണ്. പക്ഷെ ആദ്യം നൽകപ്പെട്ട കിതാബ് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത്. ആ കാലത്ത് വേറെ ഒരു നബി മൂസ നബിയുടെ കാറ്റഗറിയിൽ ഇല്ല. അതുകൊണ്ട് മഹാനായ മൂസ അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? ആരാണ് ഏറ്റവും ഇൽമുള്ള ആൾ? ഞാൻ തന്നെയാണ്. അതിന് അല്ലാഹു തആല ഒരു മറുപടി കൊടുത്തു, മൂസ നബിയെ അങ്ങനെ പറഞ്ഞുകൂടാ. അല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ എന്നാണല്ലോ നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് മൂസ നബിയെ നിങ്ങളെക്കാൾ സ്ഥാനത്തിൽ താഴെയാണെങ്കിലും നിങ്ങളെക്കാളും വിവരമുള്ള വേറെ ഒരാളുണ്ട്, നിങ്ങൾ അയാളെ തേടി പിടിക്കണമെന്ന് പറഞ്ഞ് മൂസ നബി അലൈഹിസ്സലാമിനോട് ഒരു യാത്ര പറയിപ്പിക്കുകയാണ്, ഒരു യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആ യാത്രയിൽ മൂസ നബി അലൈഹിസ്സലാം പരിചയപ്പെടുന്ന മഹാനായ നബിയാണ് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം. ഖിദ്ർ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഇൽമ് ലദുന്നിയായ ഇൽമ് എന്ന് പറയും. മുക്തസബായ ഇൽമുണ്ട്, ലദുന്നിയായ ഇൽമ്. നമ്മൾ അധ്വാനിച്ച് പഠിക്കുന്നതുണ്ട്, നമ്മൾ നോക്കി പഠിച്ച് മനനം ചെയ്തെടുത്ത് ചിന്തിച്ചെടുത്ത് പഠിക്കുന്ന ഇൽമുകളുണ്ട്. അതല്ലാതെ ഒരു പഠനവും നടത്താതെ തന്നെ ഖൽബിലേക്ക് അല്ലാഹു നേരിട്ട് ആ ഖൽബിന്റെ ശുദ്ധി മനസ്സിലാക്കി എറിഞ്ഞു കൊടുക്കുന്ന നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖൽബിൽ അബ്ദ്, ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക് അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്ന ഇൽമുണ്ട്. ആ ഇൽമു കിട്ടിയ മഹാനായിരുന്നു ഖിദ്ർ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിന് അറിയാത്ത പലതും ഖിദ്ർ നബിക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയായിരുന്നു. ആ കപ്പലിന്റെ കഥ എങ്ങനെയാണ്? കപ്പൽ പൊളിക്കുമ്പോൾ മൂസ നബി എന്തിനാ പൊളിക്കുന്നത് എന്ന് ചോദിച്ചു. കപ്പൽ എവിടെയാണ് എത്തിച്ചേരുന്നത്, അവിടെ നടക്കുന്ന ഒരു സംഭവം കാലേ കൂട്ടി കാണാൻ കഴിഞ്ഞു ഖിദ്ർ നബി അലൈഹിസ്സലാമിന്. ഒരു കുഞ്ഞിനെ കൊന്നു, ഒരു ചെറിയ പൈതലിനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു മൂസ നബി അലൈഹിസ്സലാം. ഈ കുഞ്ഞ് വലുതായി ഉമ്മയെയും വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. അത് നടക്കരുത്. ഈ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം നഷ്ടപ്പെടരുത്. ഇവർക്ക് ഈ കുഞ്ഞിന് പകരം വേറൊരു കുഞ്ഞിന് അള്ളാഹു കൊടുക്കും എന്ന ധൈര്യം പറഞ്ഞ് മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞിനെ കൊല ചെയ്തിട്ടുണ്ട്. പിന്നെ നടന്നതൊരു മതിലിന്റെ വിഷയമാണ്. ആ മതിൽ പൊളിഞ്ഞു ചാടിയപ്പോ അത് നന്നാക്കിയെടുക്കുകയാണ് ഖിദ്ർ നബി അലൈഹിസ്സലാം. അതിന്റെ താഴെ യതീമുകൾക്ക് വേണ്ടി അവരുടെ വാപ്പ കുഴിച്ചിട്ടു പോയ ഏതോ ഒരു നിധിയുണ്ട്. മതിൽ പൊളിഞ്ഞു കടന്നാലും വഴിയാത്രക്കാർ കണ്ടത് എടുത്തു പോകും. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഖിദ്ർ നബി അലൈഹിസ്സലാം ഒരു പൈസയും വാങ്ങിക്കാതെ, ആ നാട്ടുകാർ പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കാത്ത സമയത്ത് അതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് വളരെ സൗജന്യമായി ഒരു അമല് ചെയ്തു കൊടുത്തപ്പോ ഇത് വേണ്ടിയിരുന്നോ എന്ന് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു പോയി. നമ്മൾ ചെയ്യുന്നതൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത് എന്ന കണ്ടീഷനിൽ തുടങ്ങിയ യാത്രയായിരുന്നു അത്. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, മൂസ നബിയെ നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോന്ന. എന്തിനാണ് ഞാൻ ചെയ്തത്? വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ സ്വന്തമായി ചെയ്തതല്ല, ഇത് അല്ലാഹു എന്നോട് ചെയ്യാൻ പറഞ്ഞതാണെന്ന് ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത വളരെ മനോഹരമായ ചരിത്രം. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങളൊക്കെ ആ ഭാഗം വരുമ്പോൾ നമുക്ക് പഠിക്കാം. നാലാമത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ സൂറയിലെ ചരിത്രം ദുൽഖർനൈനിയുടെ ചരിത്രമാണ്. ദുൽഖർനൈൻ ചക്രവർത്തി മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം വന്ന ഒരു ഭരണാധികാരിയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ
മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് സൈറസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. അലക്സാണ്ടർ എന്നൊക്കെ പറയപ്പെടാറുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയല്ല, അത് സൈറസ് രണ്ടാമൻ, സൈറസ് അഥാനി എന്നറിയപ്പെടുന്ന മഹാനാണ്. ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു നബിയല്ല, പക്ഷേ അള്ളാഹുവിന്റെ സാത്വികനായ ഒരു ആബിദും സ്വാലിഹായ ഒരു ഭരണാധികാരിയായിരുന്നു. ഖർന് എന്ന വാക്കിനർത്ഥം കൊമ്പെന്നാണ്. ഈ ഭൂമിയുടെ രണ്ടറ്റങ്ങൾ എന്നർത്ഥത്തിൽ ഷർഖും ഗർബും, ഈസ്റ്റും വെസ്റ്റും ഒരേ സമയം ഭരിക്കാൻ സൗകര്യമുണ്ടായിരുന്ന ഒരു ഭരണാധികാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകം ഭരിച്ചവരിൽ 2 പേർ മുസ്ലിമീങ്ങളാണ്, 2 പേർ അമുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ 2 പേർ, ഒന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അലൈഹിമിസ്സലാം, മറ്റൊന്ന് ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു. അമുസ്ലിമീങ്ങളിലുണ്ട് നമ്രൂദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിലുണ്ട്, ഇറാഖ് ഭരിച്ചിരുന്ന നമ്രൂദ്, പിന്നെ നെബുക്കദ്നേസർ, ബുഖ്ത്നസർ എന്നറിയപ്പെടുന്ന നെബുക്കദ്നേസർ. ഈ 2 അവിശ്വാസികളും സുലൈമാൻ നബി അലൈഹിസ്സലാമും ദുൽഖർനൈനിയും എന്ന 2 വിശ്വാസികളും, ഇവരാണ് ലോകം മുഴുക്കെ ഭരിക്കാൻ ഭാഗ്യമുണ്ടായവർ. ദുൽഖർനൈനിയുടെ ചരിത്രം എന്തായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ യഅജൂജ് മഅജൂജിനെ കണ്ട കഥ പറയുന്നുണ്ട്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ ഒരു ഗ്രാമവാസികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദുൽഖർനൈൻ ചക്രവർത്തിയെ, അങ്ങ് ഇവരുടെ ഉപദ്രവം ഞങ്ങൾ കേൾക്കാതെ ഞങ്ങൾക്ക് വല്ല സഹായവും ചെയ്യുമോ, ഒരു മതിൽ കെട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോ അതിന് സമ്മതിക്കുകയും, നിങ്ങൾ എനിക്ക് ഒരു പൈസയും ഇതിന് സമ്മാനമായി തരരുത്, ഞാൻ അധ്വാനിക്കാം, നിങ്ങളും നിങ്ങളുടെ അധ്വാനം കൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇരുമ്പും ഈയവും ഒരുക്കി ബലിഷ്ഠമായൊരു മതിൽ കെട്ടുകയും അതിനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് തള്ളിവരാൻ അവർക്ക് സാധിക്കാതെ അവരെ തടഞ്ഞു വെച്ചു എന്ന ഭാഗം വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്ത് കാണാൻ കഴിയും. ഇന്നത്തെ റഷ്യയുടെ ഭാഗങ്ങളിൽപ്പെട്ട, പണ്ട് തുർക്കിയുടെ ഭാഗമായിരുന്നു ടിഫിലിസ്, അർമീനിയയുടെ ഭാഗമാണെന്ന് അതിന്റെ ഓർമ്മ. ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരും വിശദമായിട്ട് പറയാം. ടിഫിലിസിന്റെയും വിലാദി ഖുഖാസിയുടെയും ഇടയിലുള്ള ദാരിയാൽ ചുരം എന്ന് പറയുന്ന ഒരു ദാരിയാൽ മലഞ്ചെരിവുണ്ട്, ദാരിയാൽ പാസ്. ആ മലഞ്ചെരിവിലാണ്, ആ ഒരു ചുരത്തിലാണ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ഈ 2 മലകൾക്കിടയിൽ മതിൽ കെട്ടി ഇരുമ്പിന്റെ ബ്രിക്കുകൾ വെച്ച് ഈയം ഉരുക്കിയൊഴിച്ച് ബലിഷ്ഠമായ മതിൽ കെട്ടിയത് അവിടെയാണെന്ന് മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തർജുമാൻ ഖുർആനിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പറ്റം സ്വഹാബത്തിനെ ഈ സംഭവം പഠിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ വഴിയാവാം. ദുൽഖർനൈന്റെ ചരിത്രം അല്ലാഹു തആല പറയുന്നു. അത് കഴിഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ ഭാഗങ്ങളൊക്കെ അവസാനിക്കുന്നത്, അവസാന ഭാഗത്തേക്ക് കടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അവസാനം തരുന്ന മെസ്സേജ് അതാണ്. فمن كان يرجو لقاء ربه, ആരാണോ അവന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹുവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നത്. ആ 2 അർത്ഥം യർജുവിനുണ്ട്. ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നത്, അല്ലാഹുവിനെ കാണണമല്ലോ എന്ന് കൊതിക്കുന്നത് ആരാണ്, അവർക്ക് ചെയ്യേണ്ടത് ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സൽകർമ്മങ്ങൾ ചെയ്യണേ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, ആ ഇബാദത്തിൽ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ശിർക്ക് പോലും ചെയ്യരുതേ. മുഅ്മിനീങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, ഇബാദത്ത് ചെയ്തേക്കണം. അവിടെ പറഞ്ഞ വലാ യുശ്രിക് എന്ന വാക്കിന്റെ അർത്ഥം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അശ്ശിർക്കുൽ ഖഫിയ്യ്, ഗോപ്യമായ, കണ്ണുകൊണ്ട് കാണാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു തരം ശിർക്കുണ്ട്. അർരിയാ, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക, മനുഷ്യന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുക, ഷോ ഓഫ് ചെയ്യുക, അത് നിങ്ങൾ ചെയ്യരുത്. ചെയ്യുന്ന അമൽ അല്ലാഹുവിന് വേണ്ടി ചെയ്യുക. ജനങ്ങൾ ചിലപ്പോൾ കൈയടിച്ചെന്ന് വരും, ചിലപ്പോൾ അവർ ചീത്ത വിളിച്ചെന്ന് വരും. നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. ജനങ്ങൾ കൈയടിച്ചാലും നോ പ്രോബ്ലം, ചീത്ത വിളിച്ചാലും നോ പ്രോബ്ലം. ഇതാണ് മുസ്ലിമിന്റെ സമീപനം. ആ രീതിയിൽ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ലിഖാ നിങ്ങൾക്ക് സാധ്യമാണ്. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
4 ഫിത്നകളെ സംബന്ധിച്ചാണ് സൂറത്തുൽ കഹ്ഫ് ചരിത്രം പരാമർശിക്കുന്നത്. 4 ഫിത്നകളിലേക്കുള്ള സൂചനയാണ് 4 ചരിത്രങ്ങൾ. ഒന്ന് ഫിത്നത്തുദ്ദീൻ, ദീനിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫിത്ന. ആ ചരിത്രമാണ് 7 യുവാക്കളുടെ ചരിത്രം. ഫിത്നത്തുദ്ദീൻ, ദീനനുസരിച്ച് ജീവിക്കാൻ വയ്യ, സ്കാഫ് ധരിക്കാൻ പാടില്ല എന്ന് ചില രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുത്ത പോലെ ഇനി ഒരു കാലത്ത് നമുക്ക് നിസ്കരിക്കാനും പറ്റില്ല, ജുമാ നടത്താനും പറ്റില്ല എന്ന രീതിയിലൊക്കെ ഒരു തീരുമാനമൊക്കെ ഒരു രാജ്യത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദീനിൽ ഒരു ഫിത്ന വരുന്നത് അപകടമാണ്. ആ ഒരു ഫിത്ന ലോകത്ത് വരും എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അത് വരും. ആ ഒരു ഫിത്നയെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ദീനിൽ ഫിത്ന വന്നവരായിരുന്നു ആ 7 യുവാക്കൾ. രണ്ടാമത്തെ ഫിത്ന ഫിത്നത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുവരുന്ന ഫിത്നയാണ്. അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ നിന്നെ മറപ്പിച്ചു കളയുന്ന ഒരു സമ്പത്തും തരല്ലേ പടച്ചവനെ. സമ്പത്ത് കിട്ടിയിട്ട് പിന്നെ ആ പൈസ എണ്ണാനേ നേരുള്ളൂ, സ്വീകരിക്കാൻ നേരല്ല, അങ്ങനെ കുടുങ്ങിപ്പോകും. നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പത്തും തരരുതേ അല്ലാഹ്. അള്ളാഹുവിനോട് നമുക്ക് ആഫിയത്തിനെ ചോദിക്കണം, കഫാഫിനെ ചോദിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ കാന റിസ്ഖുഹു കഫാഫ, ഒരു മനുഷ്യന് ആവശ്യമായത് അള്ളാഹു നൽകുന്നു, അത്രയേ മുഅ്മിന് വേണ്ടൂ. കാര്യങ്ങളൊക്കെ നടന്നു പോകണം. ഒരാളോട് കൈ നീട്ടേണ്ട